നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുണ്ടാകാൻ എന്താ കാരണം? ഇവിടെ വർഷം കഴിയുന്തോറും ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രരുടെ എണ്ണം കുറയുകയല്ല. ഒരു ഭാഗത്ത് ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, വേറൊരു ഭാഗത്ത് അതിസമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നു, കോർപ്പറേറ്റുകളുടെ ആസ്തി വർദ്ധിക്കുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഈ വിപരീത ദിശ അതാരുണ്ടാക്കിയതാ? നമ്മുടെ രാജ്യം ഭരിച്ചവർ. രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പിയുടെ ഗവൺമെന്റ് ആഗോളവൽക്കരണ നയമാണ് അംഗീകരിച്ചിട്ടുള്ളത്. കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ സംരക്ഷണവും പിന്തുണയും. ജനങ്ങൾക്കുണ്ടായിരുന്ന ആശ്വാസ നടപടികൾ ഓരോന്നോരോന്നായി എടുത്തു കളയുന്നു. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഇത് ബി.ജെ.പിയുടെ ഗവൺമെന്റ്. ബി.ജെ.പിയുടെ ഗവൺമെന്റിന് മുൻപ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനും ഇതേ നയമായിരുന്നു. ആഗോളവൽക്കരണ നയം ബി.ജെ.പിയുടെ നയമല്ല. ആ നയം ആദ്യം നടപ്പാക്കുന്നത് കോൺഗ്രസ്സാണ്. നരസിംഹറാവുവിന്റെ കാലത്താണ് നമ്മുടെ രാജ്യം ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി രാജ്യത്ത് പാവപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പൊ കോൺഗ്രസും ബി.ജെ.പിയും ഒരേ നയം. ഇതിന്റെ മറ്റൊരു ഭാഗം പരിശോധിച്ചാൽ 2011-16 കാലം നമ്മുടെ കേരളം UDF ഭരണത്തിൽ. ആ 5 വർഷം കേന്ദ്രത്തിലെ 2 ഗവൺമെന്റുകൾ, ആദ്യം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, പിറ്റത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റുകളും ഒരേ നയമാണ് അംഗീകരിച്ചത്, ആഗോളവൽക്കരണ നയം. അതിന്റെ കെടുതിയാണ് നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ നാട് നേരിട്ട തകർച്ച അതിന്റെ ഭാഗമായിരുന്നു. ആ തകർച്ചയിൽ നിന്ന് നാടിന് കരകയറാൻ കഴിയുന്നത് LDF അധികാരത്തിലെത്തിയപ്പോഴാണ്. എന്താണ് LDFന്റെ പ്രത്യേകത? LDF കോൺഗ്രസും ബി.ജെ.പിയും അംഗീകരിക്കുന്ന നയമല്ല അംഗീകരിക്കുന്നത്. കോൺഗ്രസും ബി.ജെ.പിയും ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നു, അത് LDF അംഗീകരിക്കുന്നില്ല. കോൺഗ്രസും ബി.ജെ.പിയും കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയും പിന്താങ്ങുന്നു, LDFന്റെ നയം അതല്ല. LDF ജനങ്ങളോടൊപ്പമാണ്, ജനപക്ഷത്താണ്. അതിന്റെ ഭാഗമായി പാവപ്പെട്ടവരെയാണ് ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് 64,006 കുടുംബങ്ങൾ അതിദരിദ്രർ. അത് കേട്ടപ്പോ LDFന് തോന്നുന്നു 64,006 കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിക്കൂടെ? ആ തോന്നൽ LDFന് ഉണ്ടാക്കുന്നത്
പാവപ്പെട്ടവരോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ്. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇതാലോചിച്ചോ? നേരത്തെ ആലോചിച്ചില്ല. പോട്ടെ, കേരളം പ്രഖ്യാപിച്ചതിന് ശേഷം കേരളം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടല്ലോ. ഈ നാടും അതിദാരിദ്ര്യമുക്തമാക്കാം എന്ന് ആലോചിക്കാൻ ഏതെങ്കിലും സംസ്ഥാനം തയ്യാറായോ? ഒരു സംസ്ഥാനവും തയ്യാറില്ല. ഇതാണ് കേരളത്തിന്റെ പ്രത്യേകത, LDFന്റെ പ്രത്യേകത.